ഏത് സമയത്തും ഇസ്രയേലിന് നേരെ ശക്തമായി തിരിച്ചടിക്കൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇറാനുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ പുതിയ അമേരിക്കയുടെ പ്രസിഡന്റായി കടന്നു വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് നീക്കം നടത്തിക്കൊണ്ടിരിക്കും. ഇറാനെ അടിച്ചൊതുക്കുക എന്നത് ലളിതമായ കാര്യമല്ല. അത് അമേരിക്കക്കും ഇസ്രയേലിനും ഭാരമായിരിക്കും. അതേസമയത്ത് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇറാനുമായി യുദ്ധമുണ്ടായാൽ ഇസ്രയേലിൽ അധികം കൂടുതൽ പ്രശ്നങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കുക അമേരിക്കക്കാണ്. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ ബേസുകളും സംവിധാനങ്ങളും അമേരിക്കയുടെ എല്ലാ താല്പര്യങ്ങളും ഇറാൻ അടിച്ചു തകർക്കും. ഇറാന്റെ പ്രോക്സികളും അത് തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അമേരിക്കയുടെ എന്തെല്ലാം താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ടോ അവിടേക്കെല്ലാം ലക്ഷ്യം വെക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം നടത്തുന്നത് അപകടമായിരിക്കും. അതേസമയത്ത് ഇറാനുമായി സംയമനത്തിലേക്ക് പോവുക എന്നതാണ് ട്രംപ് കാണുന്ന പുതിയ ഒരു നീക്കം. അദ്ദേഹം ഇപ്പോൾ ഇറാഖ് മുഖേന ഒരു സന്ദേശം കൈമാറിയിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇറാൻ ആ ഒരു തിരിച്ചടിയിൽ നിന്നും പിൻവാങ്ങുകയാണെങ്കിൽ ഇറാന് നേരെയുള്ള ഉപരോധങ്ങൾ നീക്കാം. മാത്രമല്ല സുരക്ഷിതമായ രൂപത്തിൽ ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അനുമതിയും അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം ഇപ്പോൾ ഇറാനുള്ള സന്ദേശത്തിൽ കൈമാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാകുന്ന USS എബ്രഹാം ലിങ്കൻ പോലും ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണത്തിന് വിധേയമായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇറാനുമായിട്ടുള്ള സംഘടനം അമേരിക്കക്ക് പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കുകയില്ല. അത് വലിയ രൂപത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് അമേരിക്കക്ക് അറിയാം. മാത്രമല്ല ഇസ്രയേലിന് നേരെ ഇപ്പോൾ ഒരു തിരിച്ചടി ഇറാൻ നടത്തുകയാണെങ്കിൽ അത് ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ മാത്രം പ്രഹരശേഷിയും കടുത്ത ആക്രമണവും ആയിരിക്കുമെന്ന് ട്രംപ് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ മിസൈലുകളെയും ആക്രമണങ്ങളെയും തടുക്കാൻ പറ്റിയ ഒരു സംവിധാനവും ഇസ്രയേലിൽ ഇല്ല എന്ന കാര്യവും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ആക്രമണ രീതിയിലേക്ക് നീങ്ങുക എന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. മാത്രമല്ല ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളെയാണ് കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കവും അദ്ദേഹം നടത്തുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആഗോള തലങ്ങളിലുള്ള യുദ്ധ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് സാമ്പത്തികമായി ലോകത്തെ വളർത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അമേരിക്കക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക അപചയങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ. അതിന്റെ ഭാഗം തന്നെയാണ് ഇറാനുമായിട്ടുള്ള ഈ ഒരു നീക്കം. ഇറാനുമായി ഒരിക്കലും സൗഹൃദ ബന്ധം സ്ഥാപിക്കുക എന്നത് അമേരിക്കയുടെ ട്രംപിന്റെയോ ലക്ഷ്യമല്ല. പക്ഷെ ഇറാനിൽ നിന്നും അമേരിക്കക്കും ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കും ഉണ്ടാകുന്ന തിരിച്ചടികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാൻ ഇപ്പോൾ ഇസ്രയേലിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി ചൈനയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട J-10 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം വാങ്ങാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുദ്ധവിമാനം ഇത് ചൈനയുടെ J സീരീസിൽപ്പെട്ട ഒരു യുദ്ധവിമാനമാണ്. 6ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനം വാങ്ങുന്നതിനെ കുറിച്ചാണ് ഇറാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചൈനയുമായി ഡീലിംഗ് നടത്താനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ J-10 എന്നറിയപ്പെടുന്ന വിമാനങ്ങളിൽപ്പെട്ട 100 എണ്ണം വാങ്ങാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതിയിടുന്നത്. വളരെയധികം അമേരിക്കയുടെ F-16 ശക്തിയുമുള്ള യുദ്ധവിമാനമാണ് ഈ ചൈനയുടെ J-10 എന്നറിയപ്പെടുന്നത്. ഈ J-10 വാങ്ങാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതിയിടുന്നത്. ഇങ്ങനെയുള്ള 100 യുദ്ധവിമാനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആകാശ യുദ്ധത്തിൽ ഇസ്രായേലിനെ തുരത്തി ഓടിക്കാൻ ഇറാന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാന്റെ സൈന്യം അത്രയും ശക്തമാണ്. അതേസമയത്ത് ഈ ശക്തമായ ഉപരോധം കാരണം ഇത്തരത്തിലുള്ള ആധുനിക യുദ്ധ സംവിധാനങ്ങൾ വാങ്ങാൻ ഇറാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം പരിമിതികളെ ഈ ഉപരോധം പിൻവലിക്കുന്നതോടുകൂടെ ഇറാന് സംജാതമാവുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രയേലിനെ വെല്ലുന്ന ഒരു വൻ ശക്തിയായി ഇറാൻ മിഡിൽ ഈസ്റ്റിൽ വളർന്നു വരുമെന്ന കാര്യം ഉറപ്പാണ്. അവർക്ക് എണ്ണയുണ്ട്, സാമ്പത്തിക സോഴ്സുകളെല്ലാം ഉണ്ട്. അത് മുഖേന രാഷ്ട്രത്തെ സമ്പന്നമാക്കാൻ ഇറാന് കഴിയും. മാത്രമല്ല ഇപ്പോൾ ഇറാന്റെ ആയുധങ്ങൾക്കും വലിയ മൂല്യം അന്താരാഷ്ട്ര തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. റഷ്യയിലേക്കും അതുപോലെ ധാരാളം സ്ഥലങ്ങളിലേക്ക് അവരുടെ മിസൈലുകളും അതുപോലെ ഡ്രോണുകളും കയറ്റിയേക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇറാന് ആ രീതിയിലും സാമ്പത്തികമായി വളരാൻ കഴിയും. അത് ഇസ്രയേലിന് വലിയ തലവേദന ഉണ്ടാകും. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ ഒരു തീരുമാനം, ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു തീരുമാനം ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കണം. ആ ആണവ നിലയങ്ങളുമായി ഇറാൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. അത് ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്നാണ്. എന്നാൽ അത്തരമൊരു തീരുമാനങ്ങൾക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വലിയൊരു പാരയായി മാറിയിരിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം അദ്ദേഹത്തിന് ഈ നീക്കങ്ങളിലും ചർച്ചകളിലും വലിയ പദ്ധതികൾ, പിന്നിൽ ഒളി അജണ്ടകൾ തീർച്ചയായും ഉണ്ടാകും. ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നത് ട്രംപിന്റെ ഒന്നാമത്തെ കാര്യമായിരിക്കും. അതേസമയത്ത് ഈ നീക്കങ്ങളിലെല്ലാം വ്യത്യസ്തമായ തലങ്ങളിലൂടെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ട്രംപ് ഈ ഒരു പല രീതിയിലുള്ള ചർച്ചകളിലേക്കും കടന്നു വരുന്നത്.